1929 ഇങ്ങ് അമേരിക്കയിൽ ഒരു ഡിപ്രഷൻ ഉണ്ടായി. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ഡിപ്രഷൻ ഒന്നല്ല കേട്ടോ, ദി ഗ്രേറ്റ് ഡിപ്രഷൻ. ഇതേ വർഷം തന്നെയാണ് വാസ്കോയും മാർഗരറ്റും അവരുടെ ജീവിതത്തിലെ നിർണായകമായ ആ തീരുമാനമെടുക്കുന്നത്. ഇനിയും വെച്ച് താമസിപ്പിക്കണോ മാർഗ്രേറ്റ്? ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഫാക്ടറിയിൽ ജോലിയുണ്ട്, അപ്പോൾ പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. വാസ്കോയുടെ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? എൻ്റെ വീട്ടുകാർ ഞാൻ പറഞ്ഞ ഓക്കെ ആയിരിക്കും, പക്ഷെ നിന്റെ വീട്ടുകാർ നീ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അതൊക്കെ ഓക്കെ, എന്നാ പിന്നെ അയ്യോ സോറി. ഇൻഡിവിജ്വൽസിന്റെ വ്യക്തികളുടെ കാര്യത്തിൽ ഒരിക്കലും ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല. ആഡം സ്മിത്തിന്റെ തിയറികൾക്ക് അതെ എന്ത് ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലേ. എന്നാ ഇത് കഴിഞ്ഞിട്ടാവട്ടെ ബാക്കി. ഇപ്പം മാർക്കറ്റിൽ വ്യക്തികൾ അവരുടേതായ താല്പര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കും. അവിടെയും ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഇക്കണോമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഇക്കണോമി തന്നെ അത് പരിഹരിച്ചോളും. അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒന്നും ഒരു സാധ്യതയും ആവശ്യമില്ല. ഇതാണ് എൻ്റെ തിയറി. ഇനി വരാൻ പോകുന്നതും ഈ തിയറി തന്നെയായിരിക്കും. രാജ്യം സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൂടിക്കൂടി വന്നു. അപ്പോഴാണ് ഹലോ മാർഗരറ്റ്. ഹായ് പെട്രീഷ്യ. എവിടെ പോവാ? ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ. ഇപ്പൊ എക്കോണമി നല്ല ബൂമിലല്ലേ, അപ്പൊ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല ലാഭം കിട്ടും. നല്ല ലാഭം കിട്ടും. അങ്ങനെയാണ് എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഞാനും ഇൻവെസ്റ്റ് ചെയ്യാല്ലേ. വന്നോളൂ, കാരണം ഇപ്പം ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല ലാഭം കിട്ടും. നമ്മുടെ കൺട്രി നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നാ നമുക്ക് പോവാം. പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു. എന്താണെന്ന് അറിയാൻ വാർത്തയൊന്ന് വെക്കി. രാജ്യം ഇപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി ഫാക്ടറീസ് അടച്ചുപൂട്ടിരിക്കുകയാണ്. ഒരുപാട് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഒരുപാട് പേർ പുറം രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇത് കെയ്ൻസ് അദ്ദേഹത്തിന്റെ തീര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലോങ് റണ്ണിലേക്ക് മാറ്റിവെച്ചത് കൊണ്ടാണ്. എപ്പോഴും എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഷോർട്ട് റണ്ണിൽ തന്നെ ഗവൺമെന്റ് കൃത്യമായിട്ട് അവിടെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്രൈസിസിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ക്ലാസിക്കൽ ഐഡിയാസ് എല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. ക്ലാസിക്കൽ ഐഡിയാസ് ആയിട്ടുള്ള ഫുൾ എംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ഓഫ് എക്കോണമി, ഇതെല്ലാം തെറ്റാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പുസ്തകം റെഫർ ചെയ്യാം. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. സോ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ രീതിയിലുണ്ടാവുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൃത്യമായിട്ട് ഷോർട്ട് റൺ പീരീഡിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പരിഹരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത് കൃത്യമാണ്. ഇവിടെ ആർക്കും അതിലൊരു സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലാസിക്കൽ ഐഡിയാസ് എല്ലാം തെറ്റാണ് എന്നാണ് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആയ ആഡം സ്മിത്ത് പറഞ്ഞ തിയറീസ് ഒക്കെ തെറ്റാണെന്നാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയം ഫാദർ ഓഫ് എക്കണോമിക്സ് ആയ ആഡം സ്മിത്ത് ചേരുകയാണ്. നമ്മൾ ചോദിക്കാം, സാർ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് സാർക്ക് എന്താണ് പറയാനുള്ളത്? എന്തായാലും എൻ്റെ തിയറി തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങളത് വെയിറ്റ് ചെയ്യും. ഓക്കെ സാർ, അപ്പോൾ ഇപ്പോഴും സാർ പറയുന്നത് ഇക്കണോമിയിലെ പ്രശ്നം ഇക്കണോമി തന്നെ പരിഹരിച്ചോളും. എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. സാറേ, എത്ര വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും സാർ ഇതൊന്നും ശരിയാണ്? എത്ര വർഷം എന്ന് പറയുമ്പോൾ എന്താ ചൂട് അല്ലേ? ഭയങ്കര ചൂട് എടുക്കുന്നില്ലേ അല്ലേ? അപ്പോൾ സാർ ഇപ്പോഴും നമ്മുടെ ആഡം സ്മിത്ത് ഇപ്പോഴും പറയുന്നത് ഈ തിയറീസ് ഒക്കെ ശരിയാണെന്നാണ്. ഹലോ മാർഗരറ്റ്. പറയൂ പെട്രീഷ്യ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ നിന്റെ ഷെയർസ് ഒക്കെ ചെന്നിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് നോക്ക്. അയ്യോ, ആണോ? നീ എല്ലാം ചെയ്തോ? ഞാൻ ഷെയർ സെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നീ ബാങ്കിൽ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഈ ഇടയ്ക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പോയിട്ട് വിഡ്രോ ചെയ്തു കേട്ടോ. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ബാങ്കിലൊക്കെ ഭയങ്കര റഷാണ്.
ആണല്ലേ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരിടാ, ഓക്കെ താങ്ക് യു. ഞാൻ എന്നാലും ചെയ്യാട്ടോ. ശരി. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു എന്ന ഖേദകരമായ വാർത്ത കേട്ട് നിരാശയോടെയാണ് മാർഗരറ്റ് ഫാക്ടറിയിലേക്ക് ജോലിക്ക് പോയത്. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടേലേ ഉള്ളൂ. അപ്പോൾ മാർഗരറ്റ്, നമ്മളിപ്പോൾ തനിക്കറിയാലോ നമ്മുടെ രാജ്യമൊക്കെ നല്ല സാമ്പത്തിക മാന്ദ്യത്തിലാണ്. അപ്പോൾ ഞാനെല്ലാവരും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് തനിക്കുള്ളതാണ്. അങ്ങനെ ടെർമിനേഷൻ ലെറ്റർ. സാർ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ എല്ലാവരും പിരിച്ചിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ശരി വിട്ടോ. അല്ലേ നിൽക്ക്, ഞാനും വരാം. ഞാനും പൂട്ടി ഇറങ്ങാം. ബാങ്കുകളിൽ തങ്ങൾ നിക്ഷേപിച്ച പണം പിൻവലിക്കാനായി ജനങ്ങൾ കൂട്ടത്തോടെ എത്തി. പക്ഷെ ബാങ്കുകളിൽ പണം വേണ്ടേ? ബാങ്കുകളെല്ലാം തകർന്നില്ലേ? നമ്മളോടൊപ്പം ഇപ്പോൾ എക്കണോമിസ്റ്റ് ജെയിം കെയ്ൻസും അതുപോലെ തന്നെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ബാങ്കിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. താങ്കൾക്ക് എന്താണ്? രാവിലെ മുതൽ ഇവിടെ നിൽക്കുക. അവിടെ ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല. കുറെ നേരമായി നിൽക്കും. സാർ എന്താണ്? രാവിലെ മുതൽ ഈ ബാങ്കിൽ വന്ന് നിൽക്കുക. പൈസ ഇട്ടിട്ട് അവിടെ നിന്ന് പോകത്തുള്ളൂ. ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ആകെയുള്ള പ്രതീക്ഷ ഇതാണ്. ഇതാണ് പ്രതീക്ഷ. കേസ് ഓക്കെ ഓക്കെ. എന്താണ് പറയുന്നത്? ഓക്കെ. ഇദ്ദേഹത്തിന് തീരെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ എക്കണോമിസ്റ്റ് ജെയിം കെയ്ൻസിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. സാർ പറയും. തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ടൊരു അവസ്ഥയിലാണ് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ആളുകൾ കടന്നു പോകുന്നത്. നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ എക്കോണമി എന്ന് പറയുന്ന അത്രയും സന്തുലിതാവസ്ഥയിൽ ആണ്, ആ ഒരു സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അഫ്കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും. അതിന് നമുക്കറിയാം നമ്മളുടെ ഗവൺമെൻറ് ഉടനെ തന്നെ അതിനൊരു പരിഹാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ എക്കോണമി കൃത്യമായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും. അപ്പം നമുക്ക് പ്രതീക്ഷയുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് അതിനുള്ള നടപടികൾ നേരിട്ട് അദ്ദേഹം പറയുന്നത് ചെയ്താൽ രക്ഷപ്പെടും. ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഐഡിയാസ് എല്ലാം തന്നെ ഈ ഒരു നമുക്ക് ഗ്രേറ്റ് ഡിപ്രഷൻ മൂലം തന്നെ ഒരുപാട് അത് ഒന്നും ആപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുണ്ട് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷനോട് കൂടിയിട്ട്. സോ എൻ്റെ തിയറി അപ്ലൈ ചെയ്യുക, അതാണ് ഇതിന് ഏതൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്കണോമി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു സർ. ഒരു വലിയ പ്രശ്നം വരുമ്പോൾ ചില പ്രണയബന്ധങ്ങളിൽ ഒരു തീരുമാനമെടുക്കൽ ചടങ്ങുണ്ടാവാറുണ്ടല്ലോ. ഹലോ ഹലോ. ആ പറയടാ. നമ്മുടെ കാര്യം നടക്കും തോന്നുന്നില്ല. രാജ്യം മൊത്തം ഡിപ്രഷനില്ല. എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിപ്പോൾ എല്ലാവരുടെയും ജോലി പോകുന്നുണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് ശരിയാവും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ രാജ്യം വിടാൻ പോകും. എടി നിനക്ക് വേറെ ആളെ കിട്ടും. എടാ നീ എന്തൊക്കെയാ ഹലോ ഹലോ ഹലോ. ഒരു രാജ്യമൊട്ടാകെ തകർന്നു തരിപ്പണമാകുന്ന ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ആ ഡിപ്രഷൻ വ്യക്തികളിലേക്കും മനസ്സുകളിലേക്കും ചിന്തകളിലേക്കും പടർന്നു പന്തലിക്കുമെന്ന് മാർഗരറ്റ് അന്ന് തിരിച്ചറിഞ്ഞു.